സഹോദരിമാരെ, നമ്മുടെ മക്കളൊക്കെ വീണ്ടും സ്കൂളുകളിലേക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾ പുതിയ കോഴ്സ് എന്ത് തിരഞ്ഞെടുക്കണം എന്ന അന്വേഷണത്തിലും ഒക്കെയാണ് ഇപ്പോഴുള്ളത്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. എന്തിനാണ് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്, വിദ്യാഭ്യാസം നൽകുന്നതെന്ന് ചോദിച്ചാൽ മക്കളുടെ നല്ല ഭാവിക്ക് എന്നാണ് എല്ലാ രക്ഷിതാക്കളും നൽകുന്ന മറുപടി. എന്നാൽ മക്കളുടെ നല്ല ഭാവി എന്ന് പറയുമ്പോൾ ഭൗതികമായും അതോടൊപ്പം തന്നെ പാരത്രികമായും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്ന വിദ്യാഭ്യാസമാണോ മക്കൾക്ക് നൽകുന്നത് എന്ന് ചോദിച്ചാൽ പല രക്ഷിതാക്കൾക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എല്ലാവരും മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു, ഞാനും മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ എന്തു നടക്കുന്നു, അവിടെ എന്തൊക്കെ പഠിപ്പിക്കുന്നു, അവിടെ എൻ്റെ മക്കളുടെ ചുറ്റുപാട് എന്താണ് എന്നൊരു അന്വേഷണം പോലും പല രക്ഷിതാക്കളും നടത്തുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ സ്കൂളിലേക്ക് പോകുന്ന, വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും ഒരു കൃത്യമായ ഒരു ലക്ഷ്യമില്ലാത്തൊരവസ്ഥ ആധുനിക സമൂഹത്തിലുണ്ട്. ഒഴുക്കിനൊത്ത് നീന്തിപ്പോകുന്ന, വെള്ളം എങ്ങോട്ടാണോ ഒഴുകുന്നത് ആ കൂട്ടത്തിൽ ഒഴുകി നീങ്ങുന്ന ചണ്ടികളെ പോലെയാണ് മിക്ക ആധുനിക കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളും ഉള്ളത്. എല്ലാവരെയും പോലെ ഞാനും പോകുന്നു, എന്തിനു പോകുന്നു എന്ന് ചോദിച്ചാൽ കൈമലർത്തുന്ന അവസ്ഥ, എന്താണ് പോയിട്ട് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്കുമുണ്ട്. എന്നാൽ ഈ ഒരു അവസ്ഥയൊക്കെ മാറേണ്ടതുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം പഠനത്തിന് ഏറെ പ്രാധാന്യം നൽകിയ ഒരു മതമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ അവതരണം പരിശോധിച്ച് നോക്കിയാൽ ഖുർആൻ അവതരിച്ച ഏറ്റവും ഒന്നാമത്തെ ആയത്തിലെ ഏറ്റവും ഒന്നാമത്തെ വാചകം തന്നെ ഒരു കൽപ്പനയാണ്, ചെയ്യുക എന്ന കൽപ്പനയാണ്. എന്തു ചെയ്യണം? ആ കൽപ്പന ഇഖ്റ, നീ വായിക്കണം എന്നാണ്. വായിച്ചേ മതിയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെ നിലനിൽക്കുന്ന, ലോകാവസാനം വരെയുള്ള ഉമ്മത്തിനെ അള്ളാഹു ഇറക്കിയ ഒരു വേദഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ കൽപ്പന തന്നെ നീ വായിക്കണം, അഥവാ അറിവ് നേടണം എന്ന് കൽപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ അറിവ് നേടണം എന്ന് മാത്രം പറഞ്ഞ് അള്ളാഹു നിർത്തിയിട്ടില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്നെ അള്ളാഹുവിന്റെ നാമത്തിൽ, റബ്ബിന്റെ നാമത്തിലാണ് നീ വായിക്കേണ്ടത്. അറിവ് നേടണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ അറിവ് എങ്ങനെയുള്ളതായിരിക്കണം, എന്തിനായിരിക്കണം, ഏത് രൂപത്തിലായിരിക്കണം എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മതത്തിന്റെ ആളുകളോട് കൽപ്പിക്കുന്നത് തന്നെ അറിവ് കരസ്ഥമാക്കണം എന്നതാണ്. കാരണം അറിവ് ഒരു വ്യക്തിയെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അറിവുള്ളവനും അറിവില്ലാത്തവരും ഒരിക്കലും സമമാവുകയില്ല. വിശുദ്ധ ഖുർആനിൽ 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 9-ാമത്തെ വചനം, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനം, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഈ കാര്യമാണ്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹി, പരലോകം ആഗ്രഹിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിനെ സുജൂദ് ചെയ്തും നിന്നുകൊണ്ടുമൊക്കെ രാത്രി സമയങ്ങളിൽ കീഴ്വണക്കം നൽകുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന, നമസ്കരിക്കുന്ന ആളുകളും കുഫാറുകളായ നിഷേധികളായ ആളുകളും തുല്യമാകുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച ശേഷം പറയുന്നത്, റസൂലേ ഖുൽ, താങ്കൾ പറയണം, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവ് കരസ്ഥമാക്കിയവനും അറിവ് കരസ്ഥമാക്കാത്തവരും തുല്യമാകുമോ എന്ന് റസൂലേ താങ്കൾ ജനങ്ങളോട് ചോദിക്കണമെന്ന്. ഒരറിവുമില്ലാത്ത അവിവേകിയായി നടക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനാകുന്ന സമൂഹത്തെ ചരിത്രം വിളിച്ചത് ജാഹിലിയ എന്നാണ്. അജ്ഞാനകാല, വിവരമില്ലാത്ത, വിജ്ഞാനമില്ലാത്ത ഒരു കാലഘട്ടം എന്നാണ്, ജാഹിലിയ കാലഘട്ടം എന്നാണ് ചരിത്രം ആ കാലത്ത് വിളിച്ചത്. അവർക്ക് യാതൊരു വിരച്ചിലും അറിവുമില്ലാത്തത് കൊണ്ടല്ല, വലിയ വലിയ വിജ്ഞാന ശാഖകൾ അവരിൽ ഉണ്ടായിരുന്നു. ഗോളശാസ്ത്രത്തെക്കുറിച്ച്,
ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ചൊക്കെ ഏറ്റവും നല്ല ബോധമുണ്ടായിരുന്ന, അതിന്റെ ഉത്തുംഗതിൽ നിൽക്കുന്ന ആളുകളായിരുന്നു ആ സമൂഹം. പക്ഷേ യഥാർത്ഥമായും കരസ്ഥമാക്കേണ്ട അറിവെന്താണ്, വിജ്ഞാനം എന്താണ് എന്ന് അവർക്കറിയാതെ പോയി, അതവർ നേടാതെ പോയി. അതുകൊണ്ട് തന്നെ ധാർമ്മിക ബോധം അവരിൽ നഷ്ടപ്പെട്ടു തുടങ്ങി. അവരിൽ യാതൊരു ധാർമ്മിക ബോധവും ഇല്ലാത്തത് കൊണ്ടാണ്, ആ രൂപത്തിൽ ജീവിച്ച ആളുകളായതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചരിത്രവുമെല്ലാം ആ സമൂഹത്തെ ജാഹിലിയ, അജ്ഞാനം കാലം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിനപ്പുറത്ത് ഏറ്റവും ആവശ്യമായ വിജ്ഞാനം കരസ്ഥമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്നാണ് നമുക്കിതെല്ലാം പഠിപ്പിച്ചു നൽകുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, വിജ്ഞാനം നേടാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മളോട് നന്നായി പറഞ്ഞിട്ടുമുണ്ട്. കേവലം ഭൗതികമായ വിജ്ഞാനം മാത്രം നേടണമെന്നല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇസ്ലാമികമായ വിജ്ഞാനം മാത്രം നേടണം എന്നുമല്ല അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടും ശരിയല്ല. ചില ആളുകളൊക്കെ ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾക്കൊന്നും തീരെ പ്രാധാന്യം കൊടുക്കാതെ ഭൗതിക വിദ്യാഭ്യാസങ്ങൾക്ക് പിന്നാലെ മാത്രം തങ്ങളെ മക്കളെ കൊണ്ടുപോകുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിൽ ഉണ്ട്. അവർക്ക് ദീനിനെ കുറിച്ച് അറിയില്ല, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല, അവർക്ക് മതബോധമില്ല, ഭൗതികമായ വിജ്ഞാനം അവർക്ക് എമ്പാടുമുണ്ട്. അങ്ങനെയാകുവാനും പാടില്ല. അതേപോലെ തന്നെ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ആധുനികമായ അല്ലെങ്കിൽ ഭൗതികമായ പഠനമൊന്നും നേടാതെ ഇസ്ലാമിക വിജ്ഞാനം മാത്രം കരസ്ഥമാക്കിയാൽ മതി എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. രണ്ടിന്റെയും മധ്യയുള്ള നിലപാടാണ് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന എന്നാണ് ആ പ്രാർത്ഥന. വഖിന അദാബന്നാർ. അല്ലാഹുവേ, നീ എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും നല്ലത് നൽകണം. ദുനിയാവിനെ മറന്നുകൊണ്ടല്ല അല്ലാഹു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ആദ്യം ചോദിക്കുന്നത് നമ്മൾ ആദ്യം ജീവിക്കുന്ന ഈ ലോകത്ത് ഏറ്റവും നല്ലത് അല്ലാഹു എനിക്ക് നൽകണമെന്നാണ്. അതേപോലെ വഫിൽ ആഖിറതി ഹസന, ഈ ദുനിയാവിൽ മാത്രം നല്ലത് കിട്ടിയാൽ പോരാ, ആഖിറത്തിലും പരലോകത്തും എനിക്ക് അല്ലാഹുവേ നല്ലത് കിട്ടണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിന്റെ 77-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയതിൽ നിന്ന് നീ പരലോകത്തേക്ക് വേണ്ടത് ഏറ്റവും നന്നായി സ്വരൂപിച്ചു കൊള്ളണം. പരലോകത്തിന് വേണ്ടിയാണ് നിങ്ങൾ പണിയെടുക്കേണ്ടത്. എന്നാൽ വലാ തൻസ നസീബക മിനദ് ദുനിയ, നീ ഒരിക്കലും ഈ ദുനിയാവ് മറന്നു പോകരുത്. ദുനിയാവ് തീരെ ശ്രദ്ധിക്കാതെ, പരലോകത്തേക്കുള്ളത് വേണ്ടത് മാത്രം ചെയ്തിട്ട് കുടുംബത്തെ നോക്കാതെ, അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കാതെ, അങ്ങനെ ഭൗതികമായത് ഒന്നും തീരെ കരസ്ഥമാക്കാതെ വെറും പരലോകം മാത്രമായി കൊണ്ടുപോകുന്ന അവസ്ഥയും ഉണ്ടാകുവാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ഭൗതിക വിജ്ഞാനം കരസ്ഥമാക്കണം, ഭൗതികമായ സാഹചര്യങ്ങൾ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. എന്നാൽ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്, മറന്നു പോകാൻ പാടില്ലാത്തത് പരലോകമാണ് എന്ന ബോധ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത്. സഹോദരന്മാരെ, ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ കരസ്ഥമാക്കേണ്ടതുണ്ട്, നമ്മുടെ മക്കൾക്ക് നൽകേണ്ടതുണ്ട്. ഒരു അനിവാര്യമായ കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസം കരസ്ഥമാക്കാതെ നമുക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി കഴിയില്ല. വളർന്നു വരുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന, നല്ല ഭൗതിക വിദ്യാഭ്യാസം മാത്രമുണ്ടെങ്കിൽ മാത്രം, ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും നന്നായി ക്വാളിഫൈ ചെയ്യുമ്പോൾ പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് മാത്രം സമൂഹത്തിൽ ഉന്നതി ലഭിക്കുന്ന, സ്വീകാര്യത ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി കൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം കരസ്ഥമാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരെല്ലാം ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുന്നതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലെ ഭൗതികമായ വിജ്ഞാനത്തിലും ഏറ്റവും മുൻപന്തിൽ നിന്നവരായിരുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തഫ്സീറിലും ഫിഖ്ഹിലും ഉസൂൽ ഫിഖ്ഹിലും ഉസൂൽ ഹദീസിലും തുടങ്ങിയ ഇസ്ലാമിക വിജ്ഞാനങ്ങളിലെല്ലാം ഏറ്റവും മുൻപന്തിൽ നിന്ന് വ്യക്തിത്വമായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ കവിതയിലും ഭൗതിക ശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും ഗോളശാസ്ത്രത്തിലും അതേപോലെ തന്നെ തർക്കശാസ്ത്രത്തിലും എല്ലാം ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന, അവിടെയുള്ള ആളുകളെയൊക്കെ തോൽപ്പിക്കാൻ മാത്രമുള്ള വിജ്ഞാനം ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിക ലോകത്തെ അഗ്രേസരനായ പണ്ഡിതനാണ്. അതോടൊപ്പം തന്നെ അറബി സാഹിത്യത്തിലും സമാനമായ കാര്യങ്ങളിലുമൊക്കെ, മെഡിക്കലിലുമൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ആളായിരുന്നു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി.
അതേപോലെ തന്നെയുള്ള ഏത് പണ്ഡിതന്മാരെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവരെല്ലാം ഭൗതികമായ ജ്ഞാനങ്ങളെ കരസ്ഥമാക്കിയവരായിരുന്നു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അവർ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സ് പോലെയുള്ള ഭൗതികമായ ശാസ്ത്രങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ നിന്ന വ്യക്തിത്വമായിരുന്നുവെന്ന് അവരെ കുറിച്ചുള്ള ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ ഭൗതിക വിജ്ഞാനം കരസ്ഥമാക്കേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള പരലോകത്തെ കുറിച്ചുള്ള ദീനിനെ കുറിച്ചുള്ള പഠനമായിരിക്കണം. അതിൽ നല്ല ശ്രദ്ധയുണ്ടാകണമെന്നാണ്. സുഹൃത്തുക്കളെ, ഈ കാര്യം നമുക്ക് വലിയ ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ട്. മക്കളെ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് സാധ്യമാകുമ്പോൾ ഏറ്റവും ഉന്നതമായിട്ടുള്ളത് ഇസ്ലാമിക വിജ്ഞാനം കരസ്ഥമാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കലാണ്. അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം ഏറ്റവും നന്നായി നൽകുന്ന സ്ഥാപനമായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ആ രൂപത്തിൽ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, അത്തരം വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് 2 ലോകത്ത് നഷ്ടം ഉണ്ടാകുന്നില്ല. ഈ ലോകത്തും പരലോകത്തും അവർക്കും നമുക്കും രക്ഷിതാക്കൾക്കും ഒരേപോലെ രക്ഷയായിരിക്കും അത്തരം വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക വിജ്ഞാനം കരസ്ഥമാക്കുന്നതിന് അങ്ങേയറ്റം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികരിച്ച് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരേ ഒരു കാര്യം അത് അറിവ് മാത്രമായിരുന്നു. വഖുൽ റബ്ബി സിദ്നി ഇൽമ. റസൂലേ, താങ്കൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ച് നൽകണമേ എന്നാണ്. ഇൽമ്, അറിവ് വർദ്ധിപ്പിച്ച് നൽകാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന ശീലമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു, നിങ്ങൾ നേടിയെടുക്കേണ്ടത് എത്തരത്തിലുള്ള അറിവാണ്. നമ്മൾ കരസ്ഥമാക്കേണ്ട അറിവ് നമുക്ക് ഉപകാരപ്രദമായ അറിവ് മാത്രമായിരിക്കണം. അതുകൊണ്ട് പ്രവാചകൻ എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഞാൻ നിന്നോട് ഏറ്റവും ഉപകാരമുള്ള അറിവിനെയാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്. വറിസ്ഖൻ തയ്യിബ, ഏറ്റവും നല്ല ഉപജീവനം. വഅമലൻ മുതഖബ്ബല, സ്വീകാര്യയോഗ്യമായ പ്രവർത്തനങ്ങൾ. അല്ലാഹു, ഞാൻ നിന്നോട് തേടുന്നു. ഒന്നാമതായി ചോദിച്ചത് എന്താണ്? ഇൽമൻ നാഫിഅൻ, ഉപകാരമുള്ള അറിവായിരിക്കണം. മാത്രവുമല്ല, ഉപകാരമുള്ള അറിവ് കരസ്ഥമാക്കാൻ വേണ്ടി നെട്ടോടം ഓടുമ്പോൾ തനിക്ക് ലഭിക്കുന്ന അറിവുകൾ ഉപദ്രവകരമായ ഉപകാരമില്ലാത്ത അറിവ് ആകരുത് എന്ന വിഷയത്തിൽ കണിശതയുള്ളത് കൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ മറ്റൊരു പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ. അല്ലാഹുവേ, ഒരു ഉപകാരവുമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു റബ്ബേ. പാരത്രികമായോ ഭൗതികമായോ ഒരു ഉപകാരവുമില്ലാത്ത അറിവുകൾക്ക് പിന്നാലെ പോകുവാൻ പാടില്ല. ഗെയിമുകൾക്ക് അഡിക്റ്റ് ആയിട്ട് അത്തരം ഗെയിമുകളിൽ കൂടുതൽ സ്റ്റേജിലേക്ക് എത്താൻ മാത്രമുള്ള വിവരങ്ങൾ, അതിൻ്റെ പിന്നാലെയൊക്കെ പോകുന്ന സമയം കളയുന്ന വിദ്യാർത്ഥികളുണ്ട്. ഒരു ഉപകാരവും 2 ലോകത്തും അതുകൊണ്ട് കിട്ടാനില്ല. ഒരുപാട് സമയം മെനക്കെടുത്തിയിട്ടൊക്കെ രാത്രി ഉറക്കമൊഴിച്ചൊക്കെ ചില കാര്യങ്ങൾ പഠിക്കുന്ന, ഭൗതികമായി പോലും ഉപകാരമില്ലാത്ത, പാരത്രികമായി തീരെ ഉപകാരമില്ലാത്ത പലതിൻ്റെയും പിന്നാലെ നമ്മുടെ നാട്ടിൽ പല ആളുകളും പോകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമുള്ള ഇൻഫ്ലുവൻസർമാരിൽ നിന്നും അവരെ കണ്ടുകൊണ്ട് അവരെ പോലെയാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും എന്നൊക്കെ അന്വേഷണം നടത്തുന്ന ചെറിയ മക്കൾ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ നിന്നും രക്ഷ തേടാൻ, ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളിൽ രക്ഷ തേടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേടിയെടുക്കേണ്ടത് ഉപകാരപ്രദമായ അറിവ് മാത്രമായിരിക്കണം. ആ ഏറ്റവും ഉപകാരപ്രദമായ അറിവ് ഏതാണ്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് അള്ളാഹുവിനെയും പ്രവാചകനെയും ഈ ദീനിനെയും കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് കരസ്ഥമാക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവുകയില്ല. അതിൻ്റെ നേട്ടം നിങ്ങൾക്ക് ഈ ലോകത്ത് മാത്രമല്ല കിട്ടുന്നത്, പരലോകത്തേക്ക് എത്താൻ മാത്രമുള്ള സമയവും അതിന് കാത്തു നിൽക്കേണ്ടതില്ല. നമ്മൾ നേടിയെടുക്കുന്ന അറിവ് കൊണ്ട് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അത് നമുക്ക് നേടിയ സമയം മുതൽ അങ്ങോട്ട് ഖബറിലടക്കം നമുക്ക് ഉപകാരം ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ, ഇദാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഖതഅ അൻഹു അമലു, അവന്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. 3 കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയാവുക. എന്തൊക്കെയാണത്? ഒന്ന്, ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, അത് ഒഴുകുന്ന നിലക്കാത്ത അള്ളാഹുവിന്റെ മാർഗത്തിൽ പള്ളികൾക്കും മറ്റും നമ്മൾ നൽകിയിട്ടുള്ള സ്വതക്കയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അവന് ഉപകാരപ്പെടുന്നതായ അറിവാണ്. അവൻ നേടിയെടുത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത ഉപകാരപ്രദമായ അറിവാണ്
അവനെ ഖബറിലും രക്ഷ കിട്ടുന്ന രണ്ടാമത്തെ കാര്യം ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അതേപോലെ തന്നെ അവനെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നല്ല സന്താനങ്ങളും അവന് ഖബർ ഉപകാരപ്രദമാകുമെന്നാണ്. നിങ്ങൾ നോക്കൂ, നേടിയെടുത്ത അറിവ് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതായിരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് ഖബറിൽ നമുക്ക് ഉപകാരപ്രദമാകും. സഹോദരന്മാരെ, സമൂഹത്തിൽ ആളുകൾക്ക് ഉപകാരപ്രദമായ അറിവ് കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം മതവിജ്ഞാനത്തിന് തന്നെയാണ്. ഭൗതിക വിദ്യാഭ്യാസങ്ങൾ നമ്മൾ അവർക്ക് നൽകുമ്പോൾ, നമ്മുടെ മക്കൾക്ക് നൽകുമ്പോൾ നമ്മൾ ഒരിക്കലും മതവിജ്ഞാനം മറന്നു പോകുവാൻ പാടില്ല. നമ്മുടെ മക്കളെ നമ്മൾ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഭൗതിക വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന നല്ല ആളുകൾ ഉണ്ടാകണം. നല്ല ഡോക്ടർമാർ, നല്ല എഞ്ചിനീയർമാർ, നല്ല വക്കീലുമാർ, അതേപോലെ തന്നെ നല്ല നിലയിൽ ഉന്നതിയിൽ നിൽക്കുന്ന, ഭൗതിക വിഷയങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏറ്റവും നല്ല ആളുകൾ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അവർ മതം പഠിച്ചവരായി തീരേണ്ടതുണ്ട്. നല്ല മതബോധമുള്ള ഡോക്ടർമാർ, നല്ല മതബോധമുള്ള എഞ്ചിനീയർമാർ, നല്ല മതബോധമുള്ള വക്കീലുമാർ, അത്തരം ആളുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ സമൂഹത്തിന് മുഴുവൻ നേട്ടമാണ്. എന്തിന്? മതം അവരുടെ പ്രൊഫഷണൽ തിരുകി കയറ്റാനല്ല. ചില ആളുകളൊക്കെ ആധുനിക കാലഘട്ടത്തിൽ വിദ്വേഷം വിളമ്പുന്ന വർത്തമാനങ്ങളൊക്കെ നടത്തുന്നവരുണ്ട്. ഒരു ദീന് പഠിക്കുന്ന ഹിജാബിട്ട പരിപൂർണമായ ഇസ്ലാമിക വേഷത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു കഴിഞ്ഞാൽ അതിനെ തീവ്രവാദമായി കൊണ്ട് കാണുന്ന, താടി നീട്ടി വളർത്തിയ ഒരു കുട്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവനെ തീവ്രവാദിയായി കണക്കാക്കുന്ന, അതൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിദ്വേഷം ഒമ്പിക്കുന്ന സാഹചര്യം നമ്മുടെ നാടുകളിൽ ഉണ്ടാകാറുണ്ട്. അത്തരം ആളുകളുടെ ലക്ഷ്യങ്ങൾ പലതാണ്. നമ്മൾ അതിന് പിന്നാലെ പോകേണ്ടതില്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല നന്മ നൽകിയാൽ, മതം നൽകിയാൽ, മതബോധം നൽകിയാൽ എന്താണ് അതുകൊണ്ട് നേട്ടമുണ്ടാകുന്ന? സമൂഹത്തിന് മുഴുവൻ നേട്ടമാണ്. ചൂഷണം നടത്താത്ത ഡോക്ടർമാർ, സമൂഹത്തെ വഞ്ചിക്കാത്ത എഞ്ചിനീയർമാർ, അവരാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അവർക്കും നേട്ടമാണ്, സമൂഹത്തിന് നേട്ടമാണ്. ആളുകളെ സമ്പത്തും അവരുടെ ശരീരവും അവരുടെ മാനസികമായ അവസ്ഥകളെ എല്ലാം ചൂഷണം ചെയ്യുന്ന ആളുകൾ എല്ലാ ദിക്കിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മതവ്യത്യാസമില്ലാതെ സമൂഹത്തിന് മുഴുവനും ഉപകാരം നൽകുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ധാർമ്മികമായ മുന്നിട്ട് നിൽക്കുന്ന നല്ല എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ നമ്മുടെ മക്കളിൽ നിന്നും ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ കഴിവും പ്രാപ്തിയും അവരുടെ താല്പര്യവും അനുസരിച്ചുകൊണ്ട് ഏറ്റവും നല്ല കോഴ്സ് തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏത് സന്ദർഭത്തിൽ നമ്മൾ ഏത് കോഴ്സ് അവർക്ക് നൽകിയാലും അതിന് ഏറ്റവും പ്രധാനം ദീന കൊടുക്കലാണ്, മതം അവർക്ക് നൽകലാണ്. മതബോധത്തോടു കൂടി നമ്മുടെ മക്കളെ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ അത്തരം സ്ഥാപനങ്ങൾക്ക് പറഞ്ഞയച്ചുകൊണ്ട് നമുക്ക് കാര്യമുണ്ടാവുകയുള്ളൂ. സുഹൃത്തുക്കളെ, മദ്രസ വിദ്യാഭ്യാസം പോലെയുള്ള അതിനുശേഷവും കൃത്യമായി മതം പഠിക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ മക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് നല്ല ശ്രദ്ധയുണ്ടാകണം. മദ്രസ പഠനം എന്ന് പറഞ്ഞാൽ അതൊരു രണ്ടാം തരം മാത്രമാക്കി കാണേണ്ടതല്ല. മദ്രസ പഠനവും മതപഠനം എന്നത് ഭൗതികമായ പഠനം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം ഉണ്ടെങ്കിൽ, നമ്മുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഒഴിവുണ്ടെങ്കിൽ ചെയ്യേണ്ട പ്രവൃത്തിയല്ല, നൽകേണ്ടതല്ല മതവിദ്യാഭ്യാസം. നമ്മുടെ മക്കൾ കൃത്യമായി അള്ളാഹുവിനെ പഠിച്ചവരായിരിക്കണം, നമസ്കരിക്കുന്ന ബോധമുള്ളവരായിരിക്കണം. എത്ര തിരക്കുള്ള ജോലിയായിരുന്നാലും പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി ഞാൻ പള്ളിയിലേക്ക് എത്തണമെന്ന ബോധമുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ നമ്മുടെ മക്കളായി തീരേണ്ടതുണ്ട്. സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ എല്ലാ സന്ദർഭം, യാത്രയിലാകട്ടെ ഏത് സന്ദർഭത്തിലാകട്ടെ നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ഇസ്ലാമികമായ വേഷവിധാനങ്ങളും ഇസ്ലാമികമായ ഷിആറുകളും നശിപ്പിക്കുന്നവരായിക്കൊണ്ട് മാറുവാൻ പാടില്ലെന്ന ബോധമുള്ളവരായി നമ്മുടെ മക്കൾ മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നന്നായി മതവിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട്. നമ്മളതിന് ചെറുപ്പത്തിലെ അവരെ ആ നിലക്ക് വളർത്തിക്കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവർ ഉപകാരപ്രദമായി ഉള്ളവരായിക്കൊണ്ട് മാറുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനം മതവിദ്യാഭ്യാസത്തിലാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ദീന് പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് നേട്ടം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. റസൂൽ പറഞ്ഞില്ലേ, ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് സമൂഹത്തിൽ ഇൽമ കരസ്ഥമാക്കിയ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ, വഇന്നൽ അംബിയാ ലം യുബദ്ദിസു ദീനാറൻ വലാ ദിർഹമൻ, അവർ ഒരിക്കലും അംബിയാക്കൾ ഒരിക്കലും ദിർഹമുകളും ദീനാറുകളും സമ്പത്തല്ല അവർ വിട്ടേച്ചു പോകുന്നത്, ബൽ വറസു അൽ ഇൽം, അവർ വിട്ടേച്ചു പോകുന്നത് ഏറ്റവും നല്ല അറിവാണ്. ആ അറിവ് കരസ്ഥമാക്കുന്നവർ നമ്മുടെ മക്കളിൽ ഉണ്ടാകണം. അവർ ഏറ്റവും നന്നായി അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്നവരായി, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒക്കെ പഠിക്കുന്നവരായിക്കൊണ്ട് നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട്. അതിനെ നമ്മൾ ഏറ്റവും നന്നായി അവർക്ക് ദീന് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിൽ ഏറ്റവും നല്ല ദറജയിൽ ഉണ്ടാകുന്നത്, ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുന്നത്, ഏറ്റവും നല്ല പദവിയിലേക്ക് എത്തുന്നത് അത് ഇൽമ കരസ്ഥമാക്കിയ ആളുകൾ മാത്രമാണ്. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ,
അള്ളാഹുവിനെ പേടിക്കുന്നത് ഇൽമുള്ള ആളുകൾ മാത്രമാണ്. നമ്മുടെ മക്കൾ ഡോക്ടറായി കഴിഞ്ഞാലും എഞ്ചിനീയർമാരായി കഴിഞ്ഞാലും അതല്ലെങ്കിൽ IT പ്രൊഫഷണലുകളായി കഴിഞ്ഞാലും അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരിക്കേണ്ടതുണ്ട്. സമൂഹത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന രൂപത്തിൽ, സ്വന്തത്തെയും ദീനിനെയും മറക്കുന്ന രൂപത്തിൽ തൻ്റെ പ്രൊഫഷൻ പ്രവർത്തിക്കുന്നവരായിക്കൊണ്ട് ഒരിക്കലും അവർ മാറുവാൻ പാടില്ല. അവർക്ക് ഏത് ഘട്ടത്തിലും റബ്ബിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ അവർക്ക് ദീന് കരസ്ഥമാക്കി നൽകിയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന വിഷയത്തിൽ, നൽകുന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് നല്ല ശ്രദ്ധയുണ്ടാകണം. അതുപോലെ തന്നെ മക്കളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഭൗതിക വിജ്ഞാനം കരസ്ഥമാക്കുന്നതോടൊപ്പം തന്നെ ദീന് പഠിക്കാൻ, ഈ പ്രായത്തിൽ, ചെറുപ്രായത്തിൽ ദീന് പഠിക്കാൻ നമ്മൾ നല്ല ശ്രദ്ധ കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്കത് ഉപകാരമാകുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ സ്കൂളുകളിൽ പോലും വിദ്യാലയങ്ങളിൽ പോലും നിർബന്ധമായും മതവിരുദ്ധമായ കാര്യങ്ങൾ പഠിക്കുന്ന അവസ്ഥാവിശേഷമുണ്ട്. അവർക്ക് ദീനീബോധം നമ്മൾ നൽകിയിട്ടില്ല എങ്കിൽ ലിബറൽ തോന്നിവാസങ്ങൾക്ക് പിന്നാലെ നമ്മുടെ മക്കളായി തീർന്ന അവസ്ഥാവിശേഷം ആധുനിക വിദ്യാഭ്യാസ രീതികളിലുണ്ട്. സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും ഒക്കെ അത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ സമയവും പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭങ്ങളിലൊക്കെ തെറ്റിനെ തെറ്റായും തിന്മയെ തിന്മയായും തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ബോധ്യവും നമ്മുടെ മക്കൾക്ക് ഉണ്ടായേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ദീൻ അവർക്ക് നൽകാൻ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതിന് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഇനി പുതിയൊരു സ്ഥാപനം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും ദീൻ ലഭിക്കുന്ന സ്ഥാപനമാക്കി തീർക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി ദീന് പഠിക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മതവിദ്യാഭ്യാസം നമ്മൾ ഏറ്റവും നന്നായി പഠിക്കണമെന്നും ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മൾ മതവിദ്യാഭ്യാസത്തിന് നല്ല പ്രാധാന്യം നൽകണമെന്നുമാണ് സൂചിപ്പിച്ചത്. സഹോദരിമാരെയും നമ്മുടെ മക്കളെയും നമ്മൾ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ, വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതും പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുമായ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നമുക്ക് നല്ല ശ്രദ്ധയില്ല എങ്കിൽ നമ്മൾക്ക് വലിയ നഷ്ടം ഭാവിയിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിലൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവരുടെ വസ്ത്രം അത് ഇസ്ലാമികമാണ് എന്ന് ഉറപ്പുവരുത്താൻ ഓരോരുത്തരും നിർബന്ധ ബുദ്ധി കാണിക്കണം. ആൺകുട്ടികളാണെങ്കിൽ നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം അത് നരകത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ യൂണിഫോമുകൾ നമ്മുടെ ആൺമക്കൾ അത് ധരിക്കുമ്പോൾ നിര്യാണിക്ക് താഴെയാകാതിരിക്കാൻ എല്ലാവർക്കും നല്ല ശ്രദ്ധ ഉണ്ടാകണം. കാരണം ആ നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലേക്കാണ് എന്ന ബോധം അവർക്കുണ്ടാകണം. അതേപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി മുഴുവനും അവർ നിർബന്ധമായും മറക്കേണ്ടതാണ് എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. മുഖം മറക്കേണ്ടതാണ് എന്ന് പണ്ഡിത ലോകത്ത് ധാരാളം ആളുകൾ പറയുന്നു. അല്ലാതെ അത് ഏറ്റവും മോക്കറെ സുന്നത്താണെന്ന് മറ്റൊരു അഭിപ്രായമുണ്ട്. എന്നാലും മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം മറക്കണമെന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ആർക്കും തർക്കമില്ല. നമ്മുടെ മക്കൾക്ക് യൂണിഫോം നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ പെൺമക്കൾക്ക് ആ നിലക്ക് ഇസ്ലാമിക വസ്ത്രധാരണം തന്നെയായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില സ്കൂളുകളിലൊക്കെ പെൺകുട്ടികൾക്ക് തട്ടം ധരിക്കാൻ അനുവദിക്കാറില്ല. ഹാഫ് സ്ലീവ് വസ്ത്രം മാത്രം അല്ലെങ്കിൽ മുട്ടിന് താഴേക്ക് ധരിക്കാൻ പാടുന്ന രൂപത്തിലുള്ള വസ്ത്രമൊക്കെ ചില സ്കൂളുകളിൽ യൂണിഫോം ആയിട്ടുണ്ട്. സ്കൂളുകൾക്ക് അവരുടേതായ നയങ്ങളും നിലപാടുകളും ഉണ്ടാകും. നമ്മൾക്ക് അതിനേക്കാൾ വലിയ നയവും നിലപാടും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അത്തരം സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുന്നുവെങ്കിൽ അവിടെ ആ വസ്ത്രം മാത്രമേ ധരിക്കാനും പാടുള്ളൂ. നമ്മൾ അത്തരം വസ്ത്രങ്ങൾ ധരിക്കേണ്ടതില്ലാത്ത സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക്, പെൺകുട്ടികൾക്ക് ഇസ്ലാമികമായ വസ്ത്രം അത് ധരിക്കാൻ കഴിയുന്ന വിദ്യാലയങ്ങൾ ഇവിടെ എമ്പാടുമുണ്ട്. അത്തരം വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കാൻ രക്ഷിതാക്കളുടെ മേൽ ബാധ്യതയാണ്. അതല്ല അവർ തലയും തുറന്നിട്ട് കയ്യും കാണിച്ച് ഔറത്തൊക്കെ വെളിവായിക്കൂടെ സ്കൂളിലേക്ക് സ്ഥിരം പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ നമ്മൾക്ക് നഷ്ടപ്പെടുമ്പോൾ, അവർ മറ്റെന്തെങ്കിലും ചിന്തയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് അവരെ പരിപൂർണമായി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കൈ കടിച്ചിട്ടോ തല ഉയർത്തിയിട്ടോ നമുക്കവിടെ യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെൺകുട്ടികളും ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെൺകുട്ടികളൊക്കെ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ തലമുടി പുറത്തേക്ക് പരമാവധി കാണിക്കുന്ന, അതേപോലെ തന്നെ പിന്നെ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ കോസ്മെറ്റിക്സ് ഒക്കെ ധാരാളമായി ഉപയോഗിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥാവിശേഷമൊക്കെ ആധുനിക കാലഘട്ടം നമ്മുടെ മക്കളുകളിൽ ഇവിടെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളിലൊക്കെ രക്ഷിതാക്കൾക്ക് വലിയ ശ്രദ്ധയുണ്ടാകണം.
അവരുടെ പിന്നെ സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുന്ന പൗച്ചുകളിൽ, ബോക്സുകളിൽ പേനയും പെൻസിലുകൾക്കും പകരം ലിപ്സ്റ്റിക്കും കോസ്മെറ്റിക് ഉപകരണങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കുട്ടികളുടെ ബാഗുകളിൽ ഉള്ളത്. അത്തരം മക്കളായിക്കൊണ്ട് നമ്മുടെ മക്കൾ മാറുവാനും വേണ്ടി പാടില്ല. അവർ മതബോധമുള്ളവരായിക്കൊണ്ട് ഏറ്റവും നന്നായിക്കൊണ്ട് ദീന മുറുകെ പിടിച്ച് വസ്ത്രം ധരിക്കുന്നവരായിക്കൊണ്ട് മാറ്റുന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കേണ്ടത് തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ അത് ഏറ്റവും നല്ലവരായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. കൂട്ടുകാരൻ എങ്ങനെയാണോ അതേപോലെ നമ്മൾ ആയിത്തീരും. അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ മതബോധമുള്ള, അള്ളാഹുവിനെ കുറിച്ച് പേടിയുള്ള, നമസ്കാര സമയമായി കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോകുന്ന, ഹറാമുകൾ അനാവശ്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന രൂപത്തിൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനും, ഇനി തോന്നിവാസങ്ങൾ ചെയ്യുന്ന കൂട്ടുകാർ നമുക്കുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാനും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ആ വിഷയം നല്ല ശ്രദ്ധയുണ്ടാകണം. അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, അവർ ആരുമായൊക്കെയാണ് ഇടപഴകുന്നത് എന്ന് രക്ഷിതാക്കളും നന്നായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താറുള്ളത്. അതേപോലെ തന്നെ അവർ പഠിക്കുന്ന വിഷയത്തിലും അവരുടെ പാഠ്യേതര വിഷയങ്ങളിലുമൊക്കെ അവിടെ മതം മുറുകെ പിടിക്കുന്ന അവസ്ഥാവിശേഷം അവിടെ ഉണ്ടോ എന്ന്, ധാർമ്മിക ബോധം അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ അവരെ ശ്രദ്ധിക്കുവാൻ രക്ഷിതാക്കൾക്ക് വലിയ ശ്രദ്ധയും പരിശ്രമം ഉണ്ടായിരിക്കണമെന്ന് സാന്ദർഭികമായിക്കൊണ്ട് സൂചിപ്പിക്കണം. അങ്ങനെ നമ്മൾ ഓരോ കാര്യവും ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് മതബോധം നൽകുന്നതോടൊപ്പം തന്നെ ഭൗതിക ബോധവും നൽകി കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന, നാടിന് ഉപകാരപ്രദമാകുന്ന, അതേപോലെ തന്നെ പരലോകത്തിന് ഉപകാരപ്രദമാകുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കുവാൻ സാധ്യമാകും. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും ഉപകാരപ്രദമാകുന്ന മക്കളാക്കി നമ്മുടെ ഏവരെയും മക്കളെ മാറ്റി തീർക്കുമാറാകട്ടെ.